സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. നിയമസഭയിൽ പ്രൊപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ചർച്ച നടത്തുകയായിരുന്നു വേണ്ടതെന്ന് സുധീരൻ പറഞ്ഞു. മദ്യവ്യാപനത്തോടുള്ള എതിർപ്പ് സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഇനി UDF വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഉചിതമായ മദ്യനയം കൊണ്ടുവരുമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. കാരണം അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. അപ്പം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ 1-ാം തീയതി 1/6/2026 മദ്യനയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം, നല്ലൊരു ചർച്ച നടത്തി ആ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യവ്യാപനം അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി.